ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിപ്റ്റോമാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അവസാനഘട്ട എയർ ഡ്രോപ്പിൻ്റെ സ്റ്റേജുകളിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നാളെ, അതായത് സെപ്റ്റംബർ 20-നുള്ള സ്നാപ്ഷോട്ടിൻ്റെ ഇവൻറ്റിനാണ്. അപ്പോൾ സ്നാപ്ഷോട്ട് നമ്മൾ പലതരത്തിലുള്ള സ്നാപ്ഷോട്ടുകൾ മുന്നേ കണ്ടിട്ടുണ്ട്. 2 മാർക്കിൻ്റെ ഒരു സ്നാപ്ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ കാറ്റിസിൻ്റെ ഒരു സ്നാപ്ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്നാപ്ഷോട്ടിന് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടൈമിൽ ഓരോ പ്ലെയറിൻ്റെ അല്ലെങ്കിൽ ഓരോ CEOസിൻ്റെ അവരുടെ അക്കൗണ്ടിലത്തെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യും. അതിൻ്റെ ബേസിലായിരിക്കും അവർ എയർ ഡ്രോപ്പിൽ നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സാണ് അല്ലെങ്കിൽ എത്ര ടോക്കൺസാണ് നിങ്ങൾക്ക് അലോക്കേറ്റ് എന്നുള്ളൊരു ഒരു ഇമാജിനറി സംഖ്യ അവർ കാൽക്കുലേറ്റ് ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ ബേസിൽ അവർ ചിലപ്പോൾ പോയിൻറ്റ്സ് തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് അവർ പറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് കളക്ട് ചെയ്യുന്ന ഡാറ്റ എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് കാർഡുകൾ അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ലെവൽ റാങ്ക് കൂട്ടുക, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ പിന്നീട് കൺസിഡർ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്നാപ്ഷോട്ടിന് മുന്നായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബെറ്റർ എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ ബേസിക്കലി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹാംസ്റ്ററുടെ ബോട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം, എയർ ഡ്രോപ്പിൻ്റെ സെക്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കുറച്ച് നാൾ മുന്നേ പോയിൻറ്റ്സ് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അവർ കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിനിമം എത്ര വേണം, ഇപ്പോൾ പ്രോഫിറ്റ് പെർ അവർ ആണെങ്കിലും കീ ആണെങ്കിലും അതുപോലെ അച്ചീവ്മെൻറ്റ്സിൻ്റെ കേസിലാണെങ്കിലും മിനിമം എത്ര വേണം, ഇത് ചെയ്യണോ അത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു മിനിമം എമൗണ്ട് പലതിലും നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു അവസാന ഘട്ടത്തിൽ നമുക്കിപ്പോൾ ഒരു എക്സാക്ട് ഫിഗേഴ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് PPH ആണ്, പാസീവ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർ അവർ ആണ്. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവർ എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം നല്ലതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേസ് എന്ന് വെച്ചാൽ മിക്കതും ഒരു എബവ് 50% അല്ലെങ്കിൽ നമുക്കൊരു 90% ഒക്കെ ഏകദേശം പറയാൻ പറ്റും. അത് അത്രത്തോളം നമുക്ക് ഏകദേശം ഒരു ഉറപ്പുണ്ട്, അത് പ്രോഫിറ്റ് പെർ അവർ തന്നെയായിരിക്കും അവർ മേജർ ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ടോപ്പ് പ്രോഫിറ്റ് പെർ അവർ എന്ന് പറയുന്നത് 11 മില്യൺ ഒക്കെയാണ് നിൽക്കുന്നത്. 11 മില്യൺ പെർ അവറിലൊക്കെയാണ് ടോപ്പ് നിൽക്കുന്ന പ്ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ സ്നാപ്ഷോട്ടിൻ്റെ സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പിക്സൽ വേഴ്സിൻ്റെ അതുപോലെ തന്നെ പല എയർ ഡ്രോപ്പിലൊക്കെ അവസാന ഘട്ടത്തിൽ വരുന്നൊരു സംഭവമുണ്ട്. അതായത് അവരെന്താണ് അവർ കൺസിഡർ ചെയ്യുന്നത് അതിനവരെന്ത് ചെയ്യും, ടയറായിട്ട് തിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു 3.9 മില്യൺ ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവർ എന്ന് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4 മില്യൺ എബോവ് ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു 5 മില്യൺ താഴെ, അത് ഇപ്പോൾ ഒരു 4.8 അല്ലെങ്കിൽ 4.9 അങ്ങനെയൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, 5-ലേക്ക് കടത്താൻ നോക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും, ഒരു ടയർ സിസ്റ്റം ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എയർ ഡ്രോപ്പ് കുറച്ചുകൂടി അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ 1 മില്യൺ തൊട്ട് 3 മില്യൺ വരെ ഉള്ളവർക്ക് ഇത്ര എമൗണ്ട് പോയിന്റ് അല്ലെങ്കിൽ ടോക്കൺസ്, 3 മില്യൺ തൊട്ട് 5 മില്യൺ വരെ ഉള്ളവർക്ക് ഇത്ര ടോക്കൺസ്, 5 to 7 ഇത്ര, 7 to 9 അങ്ങനെ ഒരു സർട്ടൻ എമൗണ്ട് വെച്ചിട്ട് ഓരോ ടയേഴ്സായിട്ട് തിരിച്ചിട്ടായിരിക്കും മിക്കതും കൊടുക്കുക. അല്ലാതെ 7.8 മില്യൺ ഉള്ള ആൾക്ക് ഇത്ര ടോക്കൺ, 7.9 മില്യൺ ആൾക്ക് ഡിഫറെൻറ്റ് ടോക്കൺ, അങ്ങനെ ആയിരിക്കും ചാൻസ് വളരെ കുറവാണ്. കാരണം ഇഷ്ടംപോലെ മില്യൺസ് ഓഫ് പ്ലെയേഴ്സ് ഇതിൽ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോക്കൺസ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ പ്രോഫിറ്റ് പെർ അവറിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. ഓരോ ലെവൽസ് അല്ലെങ്കിൽ റാങ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഹോൾ നമ്പർ, അതായത് ഇപ്പോൾ 4 മില്യൺ 5 മില്യൺ 6 മില്യൺ 7 മില്യൺ അങ്ങനെ ഒരു നമ്പറിന് താഴെയാണ്, ജസ്റ്റിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്നാപ്ഷോട്ടിൻ്റെ ഡേറ്റിന് മുന്നേ, അതായത് സെപ്റ്റംബർ 20 11 മുന്നേ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു നമ്പറിനെ എബോവ് ആക്കി വെക്കുക. ഇപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ കിടക്കുന്നത് 7.88 മില്യൺ ആണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലത് ഇതൊരു 8 മില്യൺ എബോവ് ആക്കുക, അല്ലെങ്കിൽ 8 മില്യൺ എന്നുള്ളൊരു ടാർഗറ്റ് ക്രോസ് ചെയ്യുക. 4.9 മില്യണിൽ കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആൾ 5 മില്യൺ എബോവ് ആക്കുക. കാരണം ഇങ്ങനെ ഈ പറഞ്ഞ ഒരു ടയർ സിസ്റ്റം വരാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു 1-2 കാർഡ് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു വ്യത്യാസത്തിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് ടോക്കൺസ് എക്സ്ട്രാ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളൊരു സർട്ടൻ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് പെർ അവറിന് താഴെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള ലെവൽ ക്രോസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് പ്രോഫിറ്റ് പെർ അവറിൻ്റെ കേസിലത്തെ നമ്മുടെ ടേക്ക്. അതുപോലെ തന്നെ അടുത്തത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീ ആയിരിക്കും. ഓക്കെ, പ്രോഫിറ്റ് പെർ അവറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം, പിന്നീട് വരാൻ ചാൻസ് കീ ആണ്. അപ്പോൾ കീ നമുക്ക് എത്രത്തോളം വരുന്നത് നമുക്ക് മുന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കളിക്കണോ അതിന് നമ്മൾ ആരോടും നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു 100 കീസെങ്കിലും മിനിമം നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഓക്കെ, കാരണം അതിലും കുറഞ്ഞു പോയാൽ വളരെ കുറവെന്നേ പറയാൻ പറ്റുള്ളൂ എല്ലാ പ്ലേയേഴ്സിനോടും. ഇപ്പോൾ ഡെയിലി ലോഗിൻസ് വഴി നമുക്ക് സ്കിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ
അതുപോലെ കീകൾ കിട്ടുന്നുണ്ട്, 2 കീ 5 കീ ഒക്കെ വെച്ചിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ് നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഗെയിം സെഷനിൽ പോകണമെങ്കിൽ പ്ലേ ഗ്രൗണ്ട് സെഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15 ഗെയിംസ് കീ കിട്ടുന്ന ഗെയിംസ് ഉണ്ട്. പുതിയ ഗെയിംസ് മാറുന്നുണ്ട്, ചില ഗെയിംസ് നല്ല ഗെയിംസാണ്. മീൻസ് നല്ല ഗെയിംസ് എന്ന് പറഞ്ഞാൽ അധികം ടൈം കൺസ്യൂം ഇല്ലാണ്ട് അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസാണ്, ആഡൊക്കെ കുറവുള്ള ഗെയിംസ് ഉണ്ട് ചിലതൊക്കെ. അത് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ 15 ഗെയിംസിൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട് കറലി. ഓരോ ഗെയിമിലും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 4 കീ വെച്ചൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഒരു 60 കീ വരെ ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഒരു 10 ദിവസം അത് ചെയ്യുന്നവരാണെങ്കിൽ 600 കീ ഒക്കെ ഓട്ടോമാറ്റിക്കലി ആയി. പക്ഷേ നമ്മൾ പറഞ്ഞത് മിനിമം 100 കീസെങ്കിലും അച്ചീവ് ചെയ്ത് വയ്ക്കാൻ നോക്കുക. കാരണം ഫ്രീ ആയിട്ട് ഒരു കീ വരെ തന്നു തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ കീയുടെ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കുറേ നാളായല്ലോ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 100 താഴെ കീ എന്ന് പറയുന്നത് അത് വളരെ കുറവാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പേഴ്സണലി 150 കീ ഉള്ളൂ. കാരണം ഒരേ ടൈമിൽ 2 അക്കൗണ്ട്സ്, ഇത് ഡെമോ അക്കൗണ്ടാണ്, നമ്മുടെ മെയിൻ അക്കൗണ്ട് ഉണ്ട് വേറെ. അപ്പോൾ 2 അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2ലും കീസ് അച്ചീവ് ചെയ്യാന്നുള്ളത് കുറച്ച് പാടാണ്. പിന്നെ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഗെയിംസ് കളിക്കൽ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ടൈമുള്ളവർ മിനിമം 100 കീ എങ്കിലും അച്ചീവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഫ്രണ്ട്സിനെയാണ്. അത് നമ്മൾ അധികം സ്ട്രെസ് ചെയ്യുന്നില്ല, കാരണം ഇനി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇൻടേക്ക് എല്ലാ കാർഡ്സും ഓപ്പൺ ആക്കാം, അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, കാർഡ്സ് എല്ലാം ഓപ്പൺ ആക്കുന്നത് നിങ്ങൾ മസ്റ്റ് ആക്കാം. അപ്പോൾ അത് ഇല്ലാത്തൊരു ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല. ഇല്ലാത്തൊരു ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ ഫ്രണ്ട്സ് 25 എണ്ണം 50 എണ്ണമൊക്കെ ഉള്ളത് അക്കൗണ്ട്സൊക്കെ വളരെ നല്ല അക്കൗണ്ട്സാണ്. മീൻസ് ഈ ഒരു അച്ചീവ്മെൻറ്റ് സെക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാം സബ്സ്ക്രിപ്ഷൻ പിന്നെ ഏൺ ടാസ്ക്കും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ളതല്ല. ഡെയിലി നമ്മൾ വരുന്ന ടാസ്കുകൾ ചെയ്ത് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ ടാസ്ക് സെക്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏൺ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അപ്ഡേഷൻസ് ആണ് എന്താണ് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ ടാസ്കിൽ കയറിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് റിപ്പീറ്റ് അടിച്ച് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, അത് ടിക്ക് മാർക്ക് വരുത്താൻ പറ്റും. ഓക്കെ, അങ്ങനെ വരുത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടാസ്കുകളൊക്കെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഇപ്പോൾ ഡെയിലി 3-4 വീഡിയോസ് വെച്ച് വരുന്നുണ്ട് ഒരു ദിവസം തന്നെ. ചില ദിവസങ്ങളിൽ അതിൽ കൂടുതലായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഒരു എൻഡ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അവർ മീൻസ് വോളണ്ടറി ആണെന്ന് അറിയില്ല, മനഃപൂർവ്വമാണെന്ന് അറിയില്ല, അവർ കൂടുതൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കത് 100 വീഡിയോസാണ് മാക്സിമം അതിൻ്റെ അച്ചീവ്മെൻറ്റ് കിടക്കുന്നത് അച്ചീവ്മെൻറ്റ് സെക്ഷനിൽ. അപ്പോൾ എത്രത്തോളം വീഡിയോസ് കാണാൻ പറ്റുമോ അത്രത്തോളം കണ്ടാൽ ചിലപ്പോൾ 100 വീഡിയോസ് ചിലപ്പോൾ ആ ഒരു അച്ചീവ്മെൻറ്റ് അൺലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പലവരുടെ അക്കൗണ്ടിലും. 50 വീഡിയോ ഒക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും അച്ചീവ്മെൻറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. പിന്നീടുള്ളത് ടെലഗ്രാം സബ്സ്ക്രിപ്ഷനാണ്. അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കയ്യിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പിന്നെ പോകാനുള്ളതെന്ന് വെച്ചാൽ റാങ്കാണ്. അപ്പോൾ റാങ്ക് സ്റ്റാർട്ടിങ് മുതൽ അവർ ഒരു ക്ലാരിറ്റി തരാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു ടേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും റാങ്ക് പുഷ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒരു കാര്യമില്ല. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കളിച്ച് വന്നതിൻ്റെ ബേസിൽ ഇപ്പോൾ ചിലവർ ചിലപ്പോൾ 900 മില്യണോ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക, ഈ ഒരു ദിവസത്തെ അല്ലെങ്കിൽ അടുത്തൊരു 24 hours പോയിൻറ്റ്സ് അല്ലെങ്കിൽ ടോക്കൺസ് കളക്ട് ചെയ്തിട്ട് 1 ബില്യൺ അടിച്ചിട്ട് ലോഡാവാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ലോഡ് എന്നുള്ളൊരു റാങ്കിലേക്ക് എത്താൻ നോക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇൻറ്റു 24 hours എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതൊരു 100 മില്യൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര മില്യൺ ആണോ അപ്പോൾ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ബാലൻസ് എത്രയാണോ പ്ലസ് ഇനി എത്ര മില്യൺസ് കോയിൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്തൊരു 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് ആഡ് ചെയ്തിട്ട് 1 ബില്യൺ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ടാലി ചെയ്തിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ 1 ബില്യൺ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 1 ബില്യൺ അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എക്സ്ട്രാ ഇരിക്കുന്നു തോന്നുന്ന ടോക്കൺസ് എന്ത് ചെയ്യാം, നിങ്ങൾ അത് കാർഡ്സിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് നല്ല നല്ല കാർഡ്സ് എടുത്ത് അപ്ഗ്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് പെർ അവർ കൂട്ടാം. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ ഓൾറെഡി അവർ ഇറക്കിയ സമയത്ത് പറഞ്ഞു തന്നു എല്ലാ അച്ചീവ്മെൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ചില അച്ചീവ്മെൻറ്റ്സ് യൂണീക്കാണെന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും അത് ഏതൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്ഗ്രേഡ് കാർഡ് ടു ലെവൽ 25. അപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഉള്ളതിൽ തന്നെ ടോപ്പ് പ്ലെയേഴ്സിന് മാത്രമാണ്. ടോപ്പ് പ്ലെയർ എന്ന് പറയുമ്പോൾ 300, 400, 500 മില്യൺ പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എന്താണ് ഇപ്പോൾ ഒരു 1 മില്യൺ 2 മില്യൺ പ്ലെയേഴ്സിനൊക്കെയാണ് ഈ ഒരു എമൗണ്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ, ഈ ലെവൽ 25 ഒക്കെ ആക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള കാർഡ് വരുന്നത് നമ്മുടെ ലീഗൽ സെക്ഷനിൽ KYC കാർഡാണ് വരുന്നത് ലെവൽ 25 ആക്കാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടി ലെവൽ 20 തൊട്ട് 25 വരെ ആക്കാനായിട്ട് ഈ KYCയുടെ കാർഡ് ലെവൽ 20, 21, 22, 23, 24, 25 അങ്ങനെ 25 വരെ ആക്കാനായിട്ട് ഓൾമോസ്റ്റ് 1 ബില്യൺ എമൗണ്ടോളം വരുന്നുണ്ട്, അതിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമൽ പ്ലെയേഴ്സിന് പറ്റില്ല അത്. ഓക്കെ, അപ്പോൾ കയ്യിലിപ്പോൾ ഒരു 2 ബില്യണെങ്കിലും ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇത് ലൈവായിട്ട് കാണിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുവരെ നമ്മൾ പ്രോഫിറ്റ് പെർ അവർ തന്നെയാണ് എന്ത് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്
നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലെവൽ 24 ആക്കണതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യാം. എന്നാലും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ 24 ആയി, പിന്നെ വരുന്നത് 703 ഓക്കെ. അപ്പോൾ അത് ചില പ്ലെയേഴ്സിന് ഇത് വലിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രോഫ് പെർ അവറിലും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാതെ. അപ്പോൾ ഇനി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ യൂണീക്കായിട്ട് ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ അക്കൗണ്ടായിട്ട് നോക്കുമ്പോൾ നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ലെവൽ 25 കാർഡാണ്. അപ്പോൾ അത് ഒന്നിലധികം എല്ലാവർക്കും അച്ചീവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര എക്സ്ട്രോർഡിനറി ആയിട്ട് പ്രോഫ് പെർ അവർ അത് ലെവൽ ഒരു 10 മില്യൺ 11 മില്യൺ ഒക്കെ ആയിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ ഒന്നിലധികം കാർഡ്സൊക്കെ ചിലപ്പോൾ അച്ചീവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു കാർഡെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. കയ്യിൽ ആ കൂടി 1 ബില്യൺ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് നിങ്ങൾ ഒരിക്കലും ഇതിൽ പൊടിച്ച് കളയരുത്. 2 ബില്യണെങ്കിലും നിങ്ങളുടെ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ നല്ല കാര്യമാണ്. അപ്പോൾ ഓപ്പൺ ആയത് ഇപ്പോൾ കാണാൻ പറ്റും കേട്ടോ, 0.5. അത് 500 മില്യൺ അല്ലെങ്കിൽ 550 മില്യൺ യൂസേഴ്സ് ഉണ്ട്. അതിൽ 1% എന്ന് പറഞ്ഞാൽ 5 മില്യൺ അത്ര പോലും പ്ലേയേഴ്സ് എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു കാർഡ് അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അച്ചീവ്മെൻറ്റ് സെക്ഷനിൽ വരാണെന്നുണ്ടെങ്കിൽ അത് ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ആണ്. അപ്പോൾ സ്കിന്നിൻ്റെ അച്ചീവ്മെൻറ്റ് മീൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഗെയിമിൽ അവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഈ പല സ്കിൻസിനും പല റേറ്റാണ് വരുന്നത്. ചില സ്കിന്നുകളൊക്കെ 500 മില്യൺ അല്ലെങ്കിൽ 1 ബില്യൺ ഒക്കെ വരുന്ന സ്കിൻസൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ പൊതുവായി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ബാക്കിയുള്ള പ്ലെയേഴ്സായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എപ്പോഴും. ഇപ്പോൾ സ്കിൻ ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് ഇപ്പോൾ എനിക്കും അറിയാം, അതുപോലെ നിങ്ങളിൽ പലർക്കും അറിയാം. പക്ഷെ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യേണ്ടത് സ്കിൻ ഇമ്പോർട്ടൻ്റ് ആണോ അല്ലേ എന്ന് നോക്കല്ല വേണ്ടത്. അതായത് ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ പ്രൊഫൈലായിട്ട് നമ്മുടെ പ്രൊഫൈൽ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നാണ് നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഒട്ടുമിക്ക പ്ലെയേഴ്സിൻ്റെ ഇപ്പോൾ സ്കിന്നൊരു ലെവൽ 25 അല്ല 25 സ്കിൻ വരെയൊക്കെ ആക്കിയിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ സ്കിൻസ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കുറച്ച് സ്കിന്നൊക്കെ നോക്കാം. ഇവിടെ 10 സ്കിൻ വരെയെങ്കിലും ആക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആക്കാം. ഇതിൻ്റെ അച്ചീവ്മെൻറ്റ് സെക്ഷൻ ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 10 സ്കിന്നുകൾ എന്തുണ്ടായിരുന്നു, ഫീച്ചേർഡ് സ്കിൻസ് എന്ന് പറഞ്ഞിട്ട് 1 മില്യൻ്റെ സ്കിന്നുകളുണ്ടായിരുന്നു. അത് ആ 10 സ്കിന്നുകൾ അച്ചീവ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 10 സ്കിന്നിൻ്റെ അച്ചീവ്മെൻറ്റ് വരെ നിങ്ങളുടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഫ്രണ്ട്സിൻ്റെ സംഭവം പറഞ്ഞല്ലോ, അതായത് 50 ഫ്രണ്ട്സ് ഉള്ളവരുണ്ടാവും, 25 എത്രത്തോളം കൂടുതലാണ് അത്രത്തോളം നിങ്ങൾക്കത് നല്ലതായിരിക്കും. ഓക്കെ. പ്രോഫ് പെർ അവറൊക്കെ ഓട്ടോമാറ്റിക്കലി ഒട്ടുമിക്ക പ്ലേയേഴ്സിൻ്റെയും എന്തായിരിക്കും ഈ 3 മില്യൺ വരെയുള്ളത് ആയിട്ടുണ്ടാവും. അതുപോലെ യൂട്യൂബ് വീഡിയോസിൻ്റെ 50 വീഡിയോസ് ആയിട്ടുണ്ടാവും. ഓക്കെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഇനിയും നിങ്ങൾ ഒന്നും വിടരുത്. കാരണം 50 വീഡിയോസൊക്കെ ഒട്ടുമിക്ക പ്ലേയേഴ്സിന് കുറച്ച് നാൾ മുന്നേ ആയിട്ടുണ്ടാവും. ഡെയിലി 2ഉം 3ഉം വീഡിയോസ് വെച്ച് അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ വരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നാളേക്കുള്ളിൽ 2-3 വീഡിയോസ് കൂടി വരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലരും ചിലപ്പോൾ 100 വീഡിയോസിനുള്ള അച്ചീവ്മെൻറ്റ് അൺലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് കൊണ്ടുപോകാം. ഓക്കെ. അതുപോലെ സ്നാപ്ഷോട്ട് കഴിഞ്ഞാലും നിർത്തരുത്. ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം സ്നാപ്ഷോട്ട് കഴിയുമ്പോൾ എടുക്കുന്ന ഡാറ്റേനെ ബേസ് ചെയ്തിട്ടാണോ അതോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇവർ കൺസിഡർ ചെയ്യുമെന്ന് നമുക്ക് ഇപ്പോഴും 100% പറയാൻ പറ്റില്ല. ഓക്കെ. പിന്നെയുള്ളത് ലാസ്റ്റത്തെ സെക്ഷനിലുള്ള അൺലോക്ക് സ്പെഷ്യൽ കാർഡ്സ് ആണ്. അത് വളരെ ഏർലി അഡോപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏർലി യൂസേഴ്സിന് മാത്രമാണ് അത് ഓപ്പൺ ആയിട്ടുള്ളത്. അതൊരു കാർഡാണ് ബേസിക്കലി. ഓക്കെ. അപ്പോൾ ആ കാർഡ് എല്ലാവർക്കും ടൈം ലിമിറ്റഡ് കാർഡായിരുന്നു, എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ ചീറ്റേഴ്സിൻ്റെ കാർഡ് അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിനർത്ഥം ഇനി ആർക്കും ചീറ്റിംഗ് ഈസ് ബാഡിൻ്റെ കാർഡ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇതുവരെ ആ കാർഡ് കിട്ടാത്തവർ സേഫാണ്, അവരുടെ അക്കൗണ്ട് സേഫാണ്. കാർഡ് കിട്ടിയിട്ടുള്ളവരിൽ ഇപ്പോഴും അത് വിസിബിൾ ആണെന്ന് നമുക്കറിയില്ല പേഴ്സണലി. കാരണം കിട്ടിയവരുടെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് വന്നിട്ടില്ല. എന്തായാലും കിട്ടാത്തവരുടെ ഇപ്പോൾ ആ ഒരു കാർഡ് കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെ കാർഡ് മുന്നേ കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിന് എന്ത് സംഭവിക്കും നമുക്ക് ഇപ്പോൾ കറൻ്റ് അറിയാൻ പറ്റില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പുതിയ കാർഡ്സ്, ന്യൂ കാർഡ്സ് അല്ലെങ്കിൽ 200 കാർഡ്സിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആണുള്ളത്. മാക്സിമം അതേ പറ്റുള്ളൂ. 500 കാർഡൊന്നും വരാൻ പോകുന്നില്ല. അതുപോലെ ഇത് സീസൺ 1 ആണ്. അപ്പോൾ സീസൺ 2 ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കുമോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് എന്തായിരിക്കും, ഒരു പുതിയൊരു ബോട്ടിലായിരിക്കും അവർ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഡാറ്റാസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ സീസൺ 2 തുടങ്ങുക. അപ്പോൾ അത് നമുക്കത് പ്രെഡിക്റ്റബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളെ എയർ ഡ്രോപ്പ് റിലേറ്റഡ് ആയിട്ട് ഉള്ള എല്ലാ ഡാറ്റാസും നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ആഡ് ചെയ്യും. നിങ്ങൾക്ക് 21-ാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എക്സ്ചേഞ്ച് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ എക്സ്ചേഞ്ച് കണക്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്തിടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ വിഡ്രോൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയുകയാണ്, അത് ഓൺ ചെയിൻ എയർ ഡ്രോപ്പ് ലാസ്റ്റ് എടുക്കുന്ന ഈ ഓൺ ചെയിൻ എയർ ഡ്രോപ്പ് അത് പലരും ടെലഗ്രാം വാലറ്റും ടോൺ കീപ്പറൊക്കെ മുന്നേ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ടായിരിക്കും. അത് ഗ്രീൻ ടിക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, വേറൊരു എക്സ്ചേഞ്ചിക്ക് നിങ്ങൾ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ
കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പേഴ്സണലി കൊടുക്കുന്ന എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകളുടെ ഡാറ്റ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇടും. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ചാനലിലൊക്കെ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ആ എക്സ്ചേഞ്ചിക്കുള്ള എയർ ഡ്രോപ്പിൻ്റെ വീഡിയോയും അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഡേറ്റിൽ ടോക്കൺ സെല് ചെയ്യണത്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ തന്നെ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് അതുപോലെ ചെയ്യുന്ന അല്ലെങ്കിൽ കോപ്പി ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന അതേ എക്സ്ചേഞ്ചിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യണതായിരിക്കും നല്ലത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ലാസ്റ്റ് ടൈമിന് മുന്നേ നിങ്ങൾ ചേഞ്ചസ് വരുത്താതിരിക്കുക. ഓക്കെ, അപ്പോൾ 21-ാം തീയതി വരെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ച് നിങ്ങൾ സെലക്ട് ചെയ്താൽ കൂടി നിങ്ങൾക്ക് വേറെ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരുന്ന ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാം. കാരണം ഇത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്സിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് ബൈബിറ്റ് ആയിരുന്നു നമ്മൾ ഒഫീഷ്യലി എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത അക്കൗണ്ട്. ലാസ്റ്റ് സമയത്താണ് ബൈനാൻസിൻ്റെ ഒരു ഓപ്ഷൻ വന്നത്. ആ ബൈബിറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ബൈനാൻസിലേക്ക് വിഡ്രോവൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള കുറേ പ്ലേയേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ചെറിയ ലാഭം ഉണ്ടായിട്ടുണ്ട്, എക്സ്ട്രാ ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ഡിഫറെൻറ്റ് എക്സ്ചേഞ്ചുകൾക്ക് അനുസരിച്ചിരിക്കും, അവരുടെ ഓരോ പോളിസികൾക്ക് അനുസരിച്ചിരിക്കും ബെനിഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പക്ഷേ പലർക്കും ഈ ബൈബിറ്റിൻ്റെ ഓപ്ഷനിൽ നിന്ന് ബൈനാൻസിൻ്റെ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുത്തപ്പോൾ അഡ്രസ്സ് തെറ്റിയതും മെമ്മോ തെറ്റിയതും അങ്ങനെ അതുവഴി ടോക്കൺസ് അവർ എൻ്റയർലി ലോസ്റ്റ് ആയ കേസുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു eBay എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊരിക്കലും കൊടുക്കാതിരിക്കുക, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ അതുപോലെ വാലറ്റിന് ടെലഗ്രാം വാലറ്റിക്കും നിങ്ങൾ മാക്സിമം വിഡ്രോവൽ ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം ടെലഗ്രാം വാലറ്റിക്ക് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സെല് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ ഡോക്സ് എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് പലർക്കും ടെലഗ്രാം വാലറ്റിക്ക് അവർ വിഡ്രോ ചെയ്തിട്ട് അതിൽ നിന്ന് ഇപ്പോഴും അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വിഡ്രോ ചെയ്യാൻ പറ്റില്ല, എക്സ്ചേഞ്ചിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, അതായത് അവർക്ക് വേറൊരു ടോക്കണായിട്ട് സ്വാപ്പ് ചെയ്യാനും പറ്റില്ല. കാരണം ടെലഗ്രാം വാലറ്റിൽ ഒരു മിനിമം എമൗണ്ട് ഉണ്ടായിരിക്കും ഇത് വിഡ്രോ ചെയ്യണ വേണ്ടിയിട്ട്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പൻ്റെ ടോക്കൺസ് എത്ര ടോക്കൺസ് വെച്ച് ഒരു പ്ലെയറിന് കിട്ടുന്നു, അല്ലെങ്കിൽ ഇത്ര ടോക്കൺ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാം വാലറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് മിനിമം ഇത്ര ടോക്കൺ വേണമെന്നോ ആർക്കും അറിയില്ല. ഓക്കെ, അത് ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും 21-ാം തീയതിക്ക് മുന്നേ ടെലഗ്രാം വാലറ്റിലേക്ക് വിഡ്രോവൽ ഓപ്ഷൻ കൊടുത്ത് ഇടാതിരിക്കുക. വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺചെയിൻ എയർ ഡ്രോപ്പ് സെലക്ട് ചെയ്ത് വെക്കാം. ഓൺചെയിൻ എയർ ഡ്രോപ്പ് സെലക്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 0.2 ടോണോ സംതിങ് നിങ്ങൾ വാലറ്റിൽ നിങ്ങൾ കരുതാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പ്രോഫ് പെർ അവർ തന്നെയാണ് നമ്മൾ ഫൈനൽ സ്റ്റേജ് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്. യൂണീക്കായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അൺലോക്ക് ചെയ്യാം. റാങ്ക് കൂട്ടാൻ പറ്റുന്നവർ മാത്രം കൂട്ടാം. ഇപ്പോൾ ആരും ക്രിയേറ്റർ ലെവലിൽ എത്തിയിട്ടുള്ളവരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ലോഡാക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നാളെ ഒരു ദിവസത്തിനുള്ളിൽ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളാക്കാം. അതുപോലെ തന്നെ ഒരു സർട്ടൺ ലെവൽ PPH ഇപ്പോൾ 3.99 അല്ലെങ്കിൽ 3.9 അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ 4-നെ പോയേക്കാം, 4.9 4.8 അങ്ങനെ നിൽക്കുകയാണെങ്കിൽ 5-നെ പോയേക്കാം. അങ്ങനെ ആക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അവനവൻ്റെ കയ്യിലത്തെ ബാലൻസ് അതുപോലെ തന്നെ പ്രോഫ് പെർ അവറൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യാം. പിന്നെ സ്കിന്നുകളുടെ അച്ചീവ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ വേറെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ 11 മണിക്ക് മുന്നേ അച്ചീവ് ചെയ്ത് വയ്ക്കാൻ നോക്കാം.